കൊല്ലം കടയ്ക്കലിൽ മധ്യവയസ്കനെ വീട്ടിന് മുന്നിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. കടയ്ക്കൽ മറുപുറം കുന്നിൽ വീട്ടിൽ 52 വയസ്സുള്ള ബൈജുവിനെയാണ് വീട്ടിന് മുന്നിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് ഒരാഴ്ചയിൽ കൂടുതൽ പഴക്കമുണ്ട്. ഇയാൾ ഇടയ്ക്ക് ഈ വീട്ടിൽ വന്ന് ഒറ്റയ്ക്ക് താമസിക്കുമായിരുന്നു. ഇയാളുടെ ഭാര്യയും മറ്റും കല്ലറ മുതുവിളയിലാണ് താമസിക്കുന്നത്. ഒരാഴ്ചയായി ഇയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തതിനെ തുടർന്നാണ് ജ്യേഷ്ഠനായ ബിജു ഇവിടെ വന്ന് നോക്കുന്നത്. അപ്പോഴാണ് മുറ്റത്ത് മരിച്ച നിലയിൽ ഇദ്ദേഹത്തെ കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശരീരം അഴുകിയ നിലയിലാണ് കാണപ്പെട്ടത്. കൈകൾ വേർപെട്ട നിലയിലുമാണ്. ആരാണത്? എൻ്റെ സ്വന്തം അനിയനാണ്. എന്നാ ലാസ്റ്റ് അനിയനെ കാണുന്നത്? അവൻ ഭാര്യ വീട്ടിൽ നിന്ന് സ്വന്തം വീടാകുമ്പോഴത്തേക്ക് വല്ലപ്പുഴ ഇവിടെ വന്ന് നിൽക്കും. വല്ലപ്പുഴ വന്ന് വീടൊക്കെ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ വന്നിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത്. അത് വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും എൻ്റെ കടയിൽ വരും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കും. അങ്ങനെ കൊടുത്തപ്പോൾ ഒരാഴ്ച കൊണ്ട് കാണാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് അസ്ഥി കൂടെ മാത്രം വെളിയിൽ കിടപ്പുണ്ട്. പുള്ളി ഒറ്റയ്ക്കാണ് ഇവിടെ? പുള്ളി ഇവിടെ ഒറ്റയ്ക്കാണ്. അവൻ്റെ ഭാര്യയും മക്കളും എല്ലാം കല്ലറ മുതുകളിലാണ് താമസം. വല്ലപ്പോഴേ കാലങ്ങൾ കൊണ്ട് ഇങ്ങനെ വരും. വന്ന് വീടൊക്കെ വൃത്തിയാക്കി ഇങ്ങനെ കിടന്നതിന് ശേഷം ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ അങ്ങ് പോകും. വേറെ അസുഖം എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ വലിയ നടക്കാൻ വയ്യാത്തോ അല്ലെങ്കിൽ അങ്ങനെ മരിക്കാൻ കാരണമായ അസുഖങ്ങളൊന്നുമില്ല. നിങ്ങളെ ദുരൂഹത വല്ലതും തോന്നിക്കുന്നുണ്ടോ? ദുരൂഹതയായിട്ടും തോന്നില്ല. എന്നാലും പോസ്റ്റ്മോർട്ടം ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം വേണ്ട രീതിയിൽ തന്നെ കാര്യക്ഷമമായിട്ട് പൂർത്തീകരിക്കണം. പന്നിയോ മറ്റ് തെരുവു നായ്ക്കളോ കടിച്ചു വലിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. എന്നാൽ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വീട്ടിന് മുൻവശത്തായി ഇദ്ദേഹം തൂങ്ങാൻ ഉപയോഗിച്ച കയറും അതുപോലെ തന്നെ കയറി നിൽക്കാൻ ഉപയോഗിച്ച കസേരയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇദ്ദേഹം തൂങ്ങി മരിച്ചതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. തുടർന്ന് ഒന്നുകിൽ കെട്ടഴിഞ്ഞ് താഴേക്ക് വീഴുകയോ അല്ലെങ്കിൽ തെരുവു നായ്ക്കളോ അതുപോലെ പന്നിയോ കടിച്ചു വലിച്ചു പുറത്തേക്ക് കൊണ്ടുപോയതാകാമെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പൂർത്തിയായാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിവാകുകയുള്ളൂ.